തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയം നിറഞ്ഞവരെ, നമ്മിൽ പരക്കെ കാണുന്ന ഒരു ദുശീലമാണ് പരദൂഷണം. രണ്ടുപേര് ഒരുമിച്ച് കൂടുമ്പോൾ മൂന്നാമതൊരാളെ നമ്മൾ വിമർശന വിധേയമാക്കാറുണ്ട്. ഇത് പലപ്പോഴും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പൊലിപ്പിച്ച് പറയാറുണ്ട്. നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. പരദൂഷണം പറയുക അത് നമ്മെ ദൈവകൃപയിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ പരദൂഷണം വരിക അസൂയയിൽ നിന്നാണ്. എന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരുവൻ, അല്ലെങ്കിൽ എന്നേക്കാൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരുവൻ, അവനിലെ ദോഷം കണ്ടെത്തി അതിനെ പൊലിപ്പിച്ചു പറയാൻ മനുഷ്യർക്ക് വളരെ താല്പര്യമാണ്. ഇത് പലപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. പകുതി സത്യങ്ങൾ നമ്മൾ പൊലിപ്പിച്ചു പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾക്ക് വരെ അത് വഴിതെളിയിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ച പരിശുദ്ധ പിതാവിൻ്റെ ഒരു സന്ദേശമുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യം പരദൂഷണം എന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പറയുക. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പരദൂഷണം എന്ന ഈ ദുശീലത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിനായിട്ട് രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരുടെയെങ്കിലും കുറ്റത്തെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാക്കി ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുക. അവർക്ക് കൂടുതൽ കൃപകൾ കിട്ടുന്നതിനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഉപദേശമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പരിശുദ്ധ പിതാവ് പറയുക, നീ ആരുടെയെങ്കിലും കുറ്റം പറയുന്നതിന് മുൻപ് നിൻ്റെ നാവിൽ ശക്തമായിട്ട് കടിക്കുക. നിൻ്റെ നാവിൽ ശക്തമായിട്ട് കടിക്കുക. അപ്പോൾ പല്ലുകൊണ്ട് നിൻ്റെ നാവ് ഒരു പക്ഷേ പൊട്ടിപ്പോകാം, നാവ് നേരിയൊരു വീക്കം വരാം. അങ്ങനെ വരുമ്പോൾ നീ ഉദ്ദേശിച്ച കുറ്റം പറയാൻ നിൻ്റെ നാവ് വഴങ്ങില്ല. ഇതാണ് ഏറ്റവും നല്ല മരുന്ന് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. അപ്പം നമ്മൾ ഈ പരദൂഷണം എന്ന ആ ദുശീലം, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു വലിയ തിന്മയാണ്. അതിൽ നിന്ന് നമ്മൾ വിടുതൽ കിട്ടേണ്ടവരാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഈ ഉപദേശം അതൊരു തമാശ രൂപേണയുള്ള ഉപദേശമാണെങ്കിലും അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്. നീ നിൻ്റെ നാവിനെ നിയന്ത്രിക്കുക. നീ ആരെയും വിധിക്കാതിരിക്കുക, നീയും വിധിക്കപ്പെടുകയില്ല എന്ന് ഈശോയുടെ വചനം ഓർമ്മയിലിരിക്കട്ടെ.